നമുക്കിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനോട് വലിയ പ്രേമം തുടങ്ങിയിട്ടുണ്ട്. ഇവർ പറയട്ടെ, ഒരു അനുരാഗമാത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അനുരാഗാത്മഭ്രമം. എന്താണ് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതല്ല, വളരെ നസീഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദ് സാഹിബിൻ്റെ ഹദീസ് നിശ്ചയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ മൗദൂദ് സാഹിബിനെ പറ്റി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പച്ചയായ ഹദീസ് നിഷേധം, അത് ചേകനൂരിനെ പോലൊക്കെ പച്ചയായ ഹദീസിനെ പൊളിക്കാമെന്ന ആളല്ല. പക്ഷെ അദ്ദേഹത്തിന് കാല് വഴുതി ചില അബദ്ധങ്ങളൊക്കെ ജല്ല കഥമൂന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ഉദ്ധരിക്കുന്നത്, അതാണ് അവിടെ ഉദ്ധരിച്ച്. അപ്പോൾ മുമ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നെ മർക്കസ് ദേവക്കാരെ പറ്റി പറയുമ്പോൾ വളരെ കർശനമായ ശൈലി ഉപയോഗിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറ്റി നിങ്ങൾക്ക് ഒരു പിന്നെ അനുരാഗാത്മകമായ ഭ്രമം എന്താണ് നിന്നോട്? എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഭ്രമം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരിക്കുള്ള ലൈനിക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് തനിച്ച ഇഖ്വാനിസത്തുക്ക്. 2002 ഞങ്ങൾ നിങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ഇഖ്വാനിസത്തുക്ക് അപ്പോൾ സൂക്ഷിച്ചോളി. ഇപ്പം അത് വളരെ വ്യക്തമായി നിങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താ ഇഖ്വാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് യൂസുഫിൽ ഖർദാവി പറഞ്ഞതറിയോ? ഇഖ്വാൻ മുസ്ലിം എന്ന അബ്ദുസ്സലാമിൻ്റെ കിതാബിൽ കാണാം, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സിലാക്കുന്ന ഇന്ത്യയിൽ ഇഖ്വാനായിട്ടാണ്. അതുപോലെ അറബ് നാടുകളിൽ ഇഖ്വാൻ മുസ്ലിം ഞാൻ കണക്കുന്നത് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയായിട്ടാണ്. രണ്ട് പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില്ലറ വ്യത്യാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഗൾഫ് പതിപ്പാട് ഇഖ്വാനുൽ മുസ്ലിമൂൻ. ആ ഇഖ്വാനുൽ മുസ്ലിമൂൻ ഛർദ്ദിക്കുന്ന, അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ മീഡിയകളിലൂടെ ഛർദ്ദിക്കുന്ന എല്ലാ വിഷയങ്ങളും കേരളത്തിൻ്റെ മുജാഹിദ് പരിസരത്തിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്ന കൂലിപ്പണിക്കാരായി മർക്കസ് ദേവക്കാർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എത്ര തെളിവാണോ? ഒറ്റ തെളിവ് മാത്രം പിടിച്ചോ. ഇതാ ഡോക്ടർ സുഫിയാൻ അബ്ദുൽ സത്താർ എഴുതിയ മദ്ഖലി സലഫികളുടെ ഫലസ്തീൻ വിരുദ്ധ ന്യായങ്ങൾ. ഇതൊക്കെ ശബാബിലുള്ളതാണ്. ആരാണ് ഈ മദ്ഖലി സലഫികൾ എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റബീ ബിൻ ഹാദി അൽ മദ്ഖലി എന്ന് പറയുന്ന ഇന്നും അറബ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഷെയ്ഖ് റബീ അദ്ദേഹമാണ് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ വരച്ച് കാണിക്കുന്നതിൽ മുഹമ്മദ് ജാമി റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ തന്നെ ഷെയ്ഖ് റബീഉമാണ് കാര്യമായി പങ്കുവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകൾക്ക്, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എങ്ങനെയാണ് ഉമർ മൗലവിയെ അരച്ച് കുടിച്ച് കൊടുത്താൽ കൊടുക്കുക, അതേപോലെയാണ് ഗൾഫിലെ ജമാഅത്ത് ഇസ്ലാമിയായ ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആളുകൾക്ക് മദ്ഖലിയും അതുപോലെ തന്നെ ഷെയ്ഖ് ജാമിയും. ഈ രണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇനി പറയാത്ത തോന്നിവാസങ്ങളില്ല, പറയാത്ത ഗീബത്തുകളില്ല. ആ പേര് വിളിച്ചിട്ട് സലഫികളെ സംബന്ധിച്ച് മദ്ഖലി സലഫികളുടെ ഫലസ്തീൻ വിരുദ്ധ ന്യായങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ സലഫികളെ കൊച്ചാക്കുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ ശബാബിലിപ്പോൾ വലിയ ലേഖകനാരാ? ഈ മുജാഹിദികൾ കട്ട ശിർക്കിലാണെന്ന് പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആളല്ലേ നിങ്ങളുടെ ശബാബിൽ ലേഖനം എഴുതി കൊണ്ടിരിക്കേണ്ടത്? അതേപോലെ തന്നെ നിങ്ങളുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൃത്യമായി കൊണ്ട് സമ്മേളനത്തിൽ അതിഥിയായി കൊണ്ടുവരികയും അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കുകയും ചെയ്തു. അഥവാ മുജാഹിദികളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി കള്ളനാണെന്ന് പറയുന്ന ആ വ്യക്തിയെ കൊണ്ടാണ് നിങ്ങൾ ശബാബിൽ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആരാണിവിടെ ഭ്രമം കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി കൊണ്ടറിയാം. മാത്രമല്ല, ഷെയ്ഖ് റബീഇന്റെ പുസ്തകങ്ങൾ പോലും യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഷെയ്ഖ് റബീനെ സംബന്ധിച്ച് എന്താണോ മർക്കസ് ദാവക്കാർ, എന്താണോ ഈ ഫലസ്തീൻ വിഷയത്തിലൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഫലസ്തീൻ വിജയിച്ചു, ഹമാസ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ഘോഷ നടത്തിക്കൊണ്ടിരിക്കണം. അവരോട് ഒന്ന് മാത്രമേ പറയാൻ, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ഫലസ്തീൻ നടന്നത്? അതിൻ്റെ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ 5 ദിവസം പിന്നിട്ടപ്പോൾ 15 മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം പായുകയാണ്. ഇത് മാധ്യമത്തിൽ ഞാൻ വായിക്കുന്നത്. നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കും ഇതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചും ഈ ഇഖ്വാനി മാധ്യമങ്ങൾ തൊണ്ട താടാതെ വിഴുങ്ങുന്ന ആളുകൾക്ക് എന്താ പണി? ഫലസ്തീനികൾ ജയിച്ചിരിക്കുന്നു. ഫലസ്തീനികൾക്ക് എന്താ പണി? ഈ ദിവസങ്ങൾ, പിന്നെ എത്രയോ ദിവസങ്ങൾ യുദ്ധത്തിൽ മരിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾക്ക് അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം പായുകയാണ്. കഴിഞ്ഞ ദിവസം 120 മൃതദേഹങ്ങൾ വീണ്ടെടുത്ത്
ഗസ മുനമ്പിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിലെ മൊത്തം ഫലസ്തീനികളുടെ മരണസംഖ്യ 47,000 കവിഞ്ഞതായി കൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കും അതുപോലെ തന്നെ ഇഖ്വാനി മാധ്യമങ്ങൾക്കും നമ്മുടെ മർക്കസ്കാരും പറഞ്ഞത് അവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ട് തന്നെയാണ്. മുസ്ലിങ്ങൾ ജയിക്കണ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ ബന്ദികളാക്കപ്പെട്ട മനുഷ്യന്മാരുടെ പോലും ജീവന് അത്ര പോലും വില കൊടുക്കാതെ മുസ്ലിമീങ്ങളെ കുരുതി കൊടുത്തിട്ട് എന്നിട്ട് സലഫികളുടെ മേലെ കയറാൻ നിൽക്കുകയാണ്. അപ്പം ആരാണിവിടെ ശരിക്ക് മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ മാധ്യമങ്ങൾ വരുന്നതൊക്കെ ഉണ്ടടാ വീടുകളെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ വല്ലാതെ തുറപ്പിക്കരുത് എന്ന് മാത്രമേ ജാബിർ റഹ്മാനോട് പറയാനുള്ളൂ.